ചില ദിവസം നമുക്ക് തീരെ എനർജി ഉണ്ടാവില്ല. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഓഫ് മൂഡായിരിക്കും. തിരിച്ച് ബെഡിലേക്ക് പോയാൽ മതി, ആ ദിവസം മൊത്തം ബെഡിൽ കിടന്ന് ബെഡ് റോട്ടിങ് ചെയ്താൽ മതി എന്ന് തോന്നുന്ന ഒരവസ്ഥയായിരിക്കും. നമ്മൾ ആ ദിവസം അങ്ങനെ അങ്ങ് വെറുതെ വിടുകയല്ല വേണ്ടത്. നമ്മുടെ കയ്യിൽ 10% എനർജി ഉള്ളെങ്കിൽ ആ 10% എനർജി വെച്ച് പെർഫോം ചെയ്യുക. ആ 10% പൂർണ്ണമായിട്ട് നമുക്ക് വേണ്ടി ഉപയോഗിക്കുക. അതിൻ്റെ അർത്ഥം നമ്മൾ 10% ആ ദിവസം ചെയ്തുള്ളൂ എന്നല്ല. നമ്മൾ രാവിലെ എണീക്കുന്നു, റെഡി ആവുന്നു, അന്ന് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു 10%മെങ്കിലും നമ്മൾ ചെയ്തു തീർക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 10% നമ്മൾ പൂർണ്ണമായിട്ടും 100%വും ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം നമ്മൾ 100%വും പെർഫോം ചെയ്തു എന്നുള്ളതാണ്. എല്ലാ ദിവസവും നമുക്ക് 100% എനർജി ആയിട്ട് ഫുള്ളി ചാർജ്ഡ് ആയിട്ട് ആ ദിവസം അങ്ങ് സക്സസ്ഫുൾ ആക്കാനായിട്ട് റെഡി ഒന്നും ആയിരിക്കില്ല. മിക്ക ദിവസവും ഒരു 50% അതിൽ താഴെയോ എനർജിയൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മുടെ കയ്യിൽ എത്രയുണ്ടോ ആ അത്രയും എനർജി ഉപയോഗിച്ച് ആ ദിവസം ജയിക്കുക. കുറച്ച് സ്മോൾ വിൻസ് ആ ദിവസം നമുക്ക് വേണ്ടിയിട്ട് നേടുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ആ ദിവസം മുമ്പോട്ട് കൊണ്ടുപോകുന്നതും ആസ് എ പേഴ്സൺ നമ്മൾ കൂടുതൽ ഗ്രോ ചെയ്യുന്നതും. അപ്പോൾ ബെഡ് റോട്ടിങ് ചെയ്യാൻ എളുപ്പമാണ്. 10% എനർജി ഉള്ളൂ എന്ന് വിചാരിച്ച് ആ ദിവസം വെറുതെ വിടാൻ എളുപ്പമാണ്. പക്ഷെ അതിനേക്കാൾ ഒരുപാട് ചലഞ്ചിങ് ആണെങ്കിൽ പോലും ഒരുപാട് സാറ്റിസ്ഫൈങ് കൂടിയാണ് നമ്മുടെ കയ്യിൽ എത്ര എനർജി ഉണ്ടോ ആ എനർജി പൂർണ്ണമായിട്ടും ആ ദിവസത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നത്.